ആ ചേച്ചിയുടെ ഭർത്താവിനോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തീർക്കണം. ആൾ എന്നോട് മിസ്ബിഹേവ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? സജന ഫിറോസിനെ കുറിച്ച് ഫ്രഞ്ച് കിസ് ചെയ്യുന്ന ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ സ്റ്റോറിയിലെ പെൺകുട്ടിയാണിത്. ഈ പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് മുഴുവനായി ഒന്ന് കേട്ടു നോക്കൂ. അപ്പൊ തന്നെ പറഞ്ഞിട്ടില്ല പേടിച്ചിട്ട്. കാര്യം ആ നേരത്തെ ഇവര് പേടിക്കണ്ട വെച്ചിട്ട് ഞാൻ അത് കാര്യം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ടിനെ ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, എനിക്ക് ആകെ എന്തോ പോലെ ഉണ്ട് പറഞ്ഞപ്പോ നീ പേടിക്കണം, റീ എന്താണ് ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ ആശ്വസിപ്പിച്ചു. നിനക്ക് എന്നൊന്നും വിളിക്കായിരുന്നില്ല ഇത്രയും പ്രശ്നം ഉണ്ടായ സമയത്ത്, നീ അവിടെ ഒന്നും ഞാൻ അവരുടെ കൂടെ ഒന്നും പോയി ഇതാക്കണ്ട, നീ ഇവിടെ ഇരുന്നോ പറഞ്ഞിട്ട് അവൻ പറഞ്ഞ വാക്കിൽ ഞാൻ അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഓരോരുത്തർ ആശ്വാസവാക്ക് പറയില്ലേ. അതുകൊണ്ട് ഈ ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചി ജിഷിനേട്ടൻ കണ്ടു, ഇവരുടെ പേരും ഞാൻ പറയട്ടോ, കരാ ചേച്ചി പേര് പറഞ്ഞുകൊണ്ട് ജിഷിനേട്ടനും പ്രമോദേട്ടനും ആണ് കണ്ടു, അവര് എന്താണ് ഓപ്പൺ ആയിട്ട് അവരൊരു വീഡിയോ ചെയ്യാൻ അവര് റെഡിയാണ് ഇത് പറഞ്ഞ വോയിസിൽ തന്നെ ചേച്ചി അപ്പുറത്ത് പറയുന്നുണ്ട്, നീ മറ്റേ ആളെ പേടിച്ചിട്ട് ഇനി വരാതിരിക്കുകയാണാവോ എന്നും പറയുന്നുണ്ട്. ഞാൻ ഈ രണ്ടുപേരെ ഞാൻ ജിഷ്ണേട്ടനെയും പ്രമോദേട്ടനെയും കോൺടാക്ട് നമ്പർ എന്റെ അടുത്തുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു സൗഹൃദ ബന്ധവും ഞങ്ങൾ തമ്മിലുണ്ട്. ഞാൻ രണ്ടുപേരെയും രാവിലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അവൾക്ക് ഭ്രാന്താണ്, ഞങ്ങൾ അങ്ങനെ ആ കാര്യത്തില് ഞങ്ങൾ അതിന് എന്താന്ന് പോലും അറിഞ്ഞിട്ടില്ല. സോറി എന്റെ പേര് ഞാൻ തന്നെ പറഞ്ഞു, സോറി. പിന്നെ നീ അവിടെ ഞങ്ങളിത് യൂസ് ചെയ്യുമ്പോഴും കൂടി നീ അവിടെ യൂസ് ചെയ്യാതെ നീ അവിടെ ഒരു മൂലക്ക് ഇരിക്കുകയായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അറിയണ കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞ ആൾ എന്നോട് മിസ്ബിഹേവ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ ചോദിച്ചപ്പോ അതും അവർക്ക് വ്യക്തമായിട്ട് അവരത് പറയുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലാന്നും ഞാന് ഈ ഒരു കാര്യത്തില് ഇവര് ഇങ്ങനെ കണ്ടു, ഇവരോട് കാണിച്ചു കൊടുത്തു, ഒരു ഇൻവോൾവ്മെന്റ് അവർക്കും ഇല്ലാന്നും അവരെന്നോട് രാവിലെ പറഞ്ഞ രണ്ടുപേർക്കും ഞാൻ വിളിച്ചു. എന്റെ ഷോ കോർഡിനേറ്റർ അന്നുണ്ടായിരുന്ന ആ ചേട്ടനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, വെറുതെ എന്നെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്, എന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ എന്നെ ഡ്രാഗ് ചെയ്തിടുന്നുണ്ട്, ഇത് വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. ആ ചേച്ചിയുടെ ഭർത്താവിനോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തീർക്കണം. അല്ലാതെ ഷോല് ഉണ്ടായി എന്നോട് ആ ചേച്ചിക്ക് എന്ത് ദേഷ്യാന്ന് എനിക്കറിയില്ല. ഞാൻ ആ ചേച്ചി അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതില് കുറെ പേരെ കാര്യം പറഞ്ഞിട്ട് 17 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ അതൊരു പോക്സോയിൽ പെടുന്ന കാര്യമാണ്. അത് ആ ചേച്ചിക്ക് തെളിവുണ്ട് പറയുന്നു. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ളവരായിട്ട് ബാംഗ്ലൂർ പോയി സംഭവം എന്തൊക്കെയാ ഉണ്ടായിരുന്നു അത് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ആയുർവേദ ഡോക്ടർ, നാലാമത്തെ മറ്റേ ഇപ്പത്തെ ഇഷ്യൂല് വന്ന പെണ്ണ്, അഞ്ചാമത്തെ ടോപ്പിക്കാണ് സൂര്യ ജോഡി മറ്റേ എന്റെ കാര്യം പറയുന്നത്. ഞാൻ മറ്റേ കാര്യങ്ങൾ അത്രയും കേട്ടിട്ട് ഞാൻ വിശ്വസിച്ച് ഇങ്ങനെ വന്നു, അയ്യോ ഈ ചേച്ചി ഇത്രയും സഹിച്ചിട്ടാണോ എന്നത് എന്തായാലും പറഞ്ഞു വരുമ്പോഴാണ് ഇതേ കിടക്കണം എന്റെ കാര്യം. അതോടുകൂടി മറ്റേന്റെ ക്രെഡിബിലിറ്റി വരെ പോയി സത്യത്തില്. മറ്റേത് വരെ എനിക്ക് ഈ ചേച്ചി ഇപ്പൊ എന്റെ കാര്യത്തിൽ നോണയല്ലേ പറഞ്ഞു, അപ്പൊ പിന്നെ അതും നോണയായിരിക്കും എന്ന് പറഞ്ഞ് നോണയായിരിക്കും എനിക്ക് തോന്നുന്നു സത്യത്തിൽ കേട്ടോ. പേഴ്സണലി എന്റെ കാര്യം ഞാൻ പറയണേ. പിന്നെ ഈ ചേച്ചി പറയുന്നുണ്ടല്ലോ ബിഗ് ബോസിലത്തെ കണ്ടസ്റ്റന്റിന്റെ പേര് ഞാൻ വെളിയിലിടും, അവളെ എനിക്ക് മെസ്സേജ് അയക്കണം, എന്നോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഞാൻ അവളുടെ പേര് വെളിയിലിടുന്നു. എന്തുകൊണ്ട് ഈ ചേച്ചിക്ക് ഞാൻ ഈ എന്താണ് വീഡിയോ കണ്ടിട്ട് ഞാൻ ആ ചേച്ചിക്ക് ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, ആ ചേച്ചിയുടെ നമ്പർ എന്റെ അടുത്തില്ല, ഇൻസ്റ്റയിൽ ഞാൻ മെസ്സേജ് ലെങ്തി വോയിസ് കാര്യങ്ങൾ ചേച്ചിക്ക് എന്ത് ദേഷ്യത്തിന് പുറത്തെ ചേച്ചി എന്നെ അങ്ങനെ പറയുന്നത് വേണ്ടി ഞാൻ വോയിസ് അയച്ചു. ആ ചേച്ചി എന്റെ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും, ഓഫ് കോൾ കണ്ടിട്ടുണ്ടാവും. ഈ സ്ത്രീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ്, അതില് ഞാനത് യൂട്യൂബിൽ ആവശ്യമായിട്ട് കണ്ടതാണ്. കണ്ട സമയത്ത് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സില് ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ പറയാ, സൂര്യ ജോഡി ഒരു സൂപ്പർ ജോഡി, സൂര്യ ജോഡി എന്ന പ്രോഗ്രാമാണ് കൊറോണയുടെ തൊട്ട് മുന്നേ ടെലികാസ്റ്റ് സൂര്യ ടിവിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ്. അതില് വെച്ചിട്ടൊരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ആ ആള് ഞാനാണ്. പക്ഷെ എനിക്കും എന്റെ വേർഷൻ പറയാനുണ്ട്. കാര്യം ഈ വീഡിയോ കാണുന്നവരെയും എനിക്ക് ഈ പേഴ്സണലി ഇവർ രണ്ടുപേരും, എനിക്ക് പേര് പറയുന്നില്ല, ആ രണ്ട് വ്യക്തികളെയും എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇവര് നല്ലൊരു കപ്പിൾസ് അല്ലേ എന്നുള്ള രീതിയിലൊരു ഇഷ്ടം കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇൻസിഡന്റ് ഇപ്പൊ അവർ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു എന്നുള്ള കാര്യം, ആ ഇൻസിഡന്റിന് ശേഷം ഞാൻ ഈ രണ്ടു പേരോടും ഞാൻ ഇവർക്ക് മുഖം കൊടുക്കാറുമില്ല. ഈ രണ്ടുപേരോടും ഞാൻ അത്ര ഇതിലുമല്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു കാര്യം വളച്ചൊടിച്ച് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സൂര്യ ജോഡി പറഞ്ഞ പ്രോഗ്രാം നടക്കുന്ന ആ സമയത്ത് ഇവരിപ്പോ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ ഭയങ്കര ഹെക്ടിക് ഷൂട്ടായിരുന്നു, ഷൂട്ടിന്റെ ടയേർഡൊക്കെ വേണം ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി കള്ളുടിക്കാനും സിസർ വലിക്കാനും ഒരു പാർട്ടി. നമ്മളിപ്പോ ഹെക്ടിക് ഷൂട്ട് കഴിഞ്ഞ് ടയേർഡ് ആയി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങുക ചെയ്യാം. ഓക്കെ, ഇവരങ്ങനെ ആയിരിക്കില്ലായിരിക്കാം. പക്ഷെ ഇവർ ഈ പാർട്ടി നടത്തി പറയുന്നുണ്ടല്ലോ, ഈ പാർട്ടി നടത്തിയത് ഞങ്ങളുടെ റൂമിൽ വെച്ചിട്ട്, എന്റെ റൂമിൽ വെച്ചിട്ട്. ഞങ്ങൾ ചെന്നൈയിലായിരുന്നു താമസം, മീൻസ് ഈ ഷൂട്ട് സൺ ടിവിയുടെ ഫ്ലോറിലായിരുന്നു. അപ്പൊ ചെന്നൈ ആയിരുന്നു ഞങ്ങൾക്ക് സ്റ്റുഡിയോന്റെ അടുത്ത് തന്നെയായിരുന്നു ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. അപ്പോ ആ സമയത്ത് ഒരു റൂം രണ്ടുപേര് ഷെയർ ചെയ്യണം. അതിൽ ചില ആൾക്കാർ സീനിയർ, ഇത് ഒരുവിധം എല്ലാവരും അതിലൊക്കെ നമുക്ക് കണ്ടുപരിചയം. അതായത് ഇപ്പൊ ഞാനും കുറച്ചു പേര് മാത്രമേ ഉള്ളൂ പുതിയൊരു ആൾക്കാർ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പൊ നമുക്ക് അതിന്റേതായ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം അവര് ഞങ്ങളുടെ റൂമിൽ പാർട്ടി വെക്കാൻ തന്നെ കാരണം അതായിരുന്നു. കാര്യം ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടിയായിരുന്നു റൂമിലുണ്ടായിരുന്നു, ലേഡി ആർട്ടിസ്റ്റ് തന്നെ. അപ്പോ ഞങ്ങളുടെ റൂം വെച്ചാൽ ടിൻ ബെഡ് ഉണ്ടായില്ല, ഒരു ബെഡ് അപ്പുറത്ത്, നടുക്കിൽ ടേബിൾ ഇപ്പുറത്ത്, അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു റൂം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ പാർട്ടി അവർ ഞങ്ങളുടെ റൂമിൽ തന്നെ വെക്കാൻ കാരണം ഞങ്ങൾ സത്യം പറഞ്ഞാൽ കള്ളും കുടിക്കില്ല, സിഗരറ്റും വലിക്കില്ല, അങ്ങനത്തെ യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും യൂസ് ചെയ്യില്ല. ആ കുട്ടി അന്ന് യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യില്ല. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, സോറി. അന്ന് ആ കുട്ടി അത് യൂസ് ചെയ്തിട്ടില്ല. ഞാനും ഇന്ന് വരെ ഞാൻ ഈ ലഹരി കള്ളും കുടിക്കില്ല, സിഗരറ്റും വലിക്കില്ല, യാതൊരുവിധ അങ്ങനത്തെ പരിപാടിയും എനിക്കില്ല. ഇവര് എന്നിട്ടും ഞങ്ങളെ റൂം തന്നെ ചൂസ് ചെയ്തു. അത് എന്തുകൊണ്ടാന്നുള്ളത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഞങ്ങളുടെ റൂം ചൂസ് ചെയ്തു എന്നുള്ളത്. കാര്യം അവരൊക്കെ സീനിയർ ആർട്ടിസ്റ്റുകൾ, അവരൊന്നും ഈ പരിപാടി അവരുടെ റൂമിലേക്ക് കഴിഞ്ഞാൽ അത്രയും അലങ്കോലാവുന്ന അവർക്ക് ബോധം ഉണ്ടായത് കൊണ്ടായിരിക്കാം. ഇവിടെ പിന്നെ ഞങ്ങള് സ്റ്റാർട്ടേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ നോ പറയില്ലല്ലോ. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ നോ പറയുന്നതായിരുന്നു. ഞാൻ എന്തായാലും ഈ കള്ളുടിക്കും പരിപാടിയൊന്നുമില്ല, അപ്പൊ എനിക്ക് പാർട്ടിക്കും താല്പര്യമില്ല, അതുകൊണ്ട് എന്റെ റൂമിൽ വേണ്ട, നിങ്ങളുടെ റൂമിലായിക്കോന്ന് എനിക്ക് പറയാൻ ഗട്സ് ഇന്നുണ്ട്. പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലമായിട്ടുണ്ടായിരുന്നുള്ള ഒരു തുടക്കം, ഒരു സമയമായിരുന്നു. അപ്പോ ഇവര് ഞങ്ങളുടെ റൂമിലേക്ക് ഈ പറഞ്ഞ മാതിരി ആ വീഡിയോയില് ആ ചേച്ചി പറയുന്നുണ്ടല്ലോ, ആക്ടിക് ഷൂട്ട് വേണ്ടി ഞങ്ങൾ കള്ളും സിസറും, ജ്യൂസ് കുടിക്കുന്നവർക്ക് ജ്യൂസ് കുടിക്കാം, കള്ളു കുടിക്കുന്നവർക്ക് കള്ളു കുടിക്കാം, സിസർ, അയ്യോ സിസർ അല്ലാതെ വേറെ ഒന്നും ഇല്ല കേട്ടോ, ഇനിയിപ്പോ അത് സിസർ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ ലിറ്ററലി പറയുന്നത്, ഇത് എന്നോട് പറയിപ്പിക്കുകയാണ്. അതൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം എടുത്തുകൊണ്ട് മാത്രം പറയാണ്. ഇതിപ്പോ ഞാൻ ഇതാകെ എന്റെ വീട്ടിൽ വന്നപ്പോ എന്റെ അമ്മയുടെ അടുത്തും അച്ഛന്റെ അടുത്തും എന്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്തും നാട്ടിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്തും ഞാൻ ഈ സംഭവങ്ങളൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവര് ബിഗ് ബോസ് വന്നതിന് ശേഷം നമ്മളിങ്ങനെ പറയല്ലോ, ഇവരെന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്, ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇന്നേ വരെ ഞാൻ വേറൊരാളടുത്ത് ഞാൻ പറയേണ്ടി വന്നായിരുന്നില്ല. ഇന്നലെ ഈ ലൈവ് കണ്ടതെന്ന് മാത്രമേ പറയുന്നത്. ഞാൻ അവിടെ എന്റെ ബെഡില് പുതപ്പിന്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുന്നു. അപ്പുറത്ത് എന്റെ ഞങ്ങൾ റൂം ഷെയർ ചെയ്യുന്ന മറ്റേ കുട്ടി അപ്പുറത്തിരിക്കുന്നു. ആ കുട്ടി ഒരു സീരിയൽ ചെയ്യുന്ന കുട്ടി തന്നെയാണെങ്കിൽ പേര് കറക്റ്റ് അറിയില്ല. അവളും അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇത് യൂസ് ചെയ്തില്ല. ബാക്കി എല്ലാവരും വലിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇതില് ഇപ്പൊ സിസർ മാത്രം ഞങ്ങൾ തെറ്റിദ്ധരിക്കാണ്ടെന്ന് എടുത്ത് പറയുമ്പോൾ ആ ചേച്ചി സത്യം, അങ്ങനെ എല്ലാം പറയുമ്പോൾ സത്യങ്ങൾ മാത്രം പറയുന്ന വ്യക്തിയാണെങ്കിൽ സത്യം കൂടി പറയണം. സിസർ മാത്രമല്ല അവിടെ വലിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഈ സിസറിന്റെ അകത്ത് ഒരു കറുത്ത ഒരു ഗുളിക പോലത്തെ ഒരു സാധനം, ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനത് പറയുകയും ചെയ്തായിരുന്നു. ഇപ്പൊ നേരത്തെ പറയാം, ആയുർവേദ ഗുളിക പോലത്തെ ഒരു കറുത്ത ഗുളിക. ഞാൻ ഇവിടെ വീട്ടിൽ പറഞ്ഞു, ഇവരെന്തോ ആട്ടുകട്ടം പോലൊരു സാധനം കൊടുത്തിട്ട് നന്നായി പൊടിച്ചിട്ട് സിസർ തുറന്ന് സിസറിന്റെ ഉള്ളിലിട്ട് വീണ്ടും ചുരുട്ടിയിട്ടാണ് ഇവർ മാറി മാറി വലിച്ചിട്ടുണ്ടായിരുന്നത്. റൂം മൊത്തം ഈ പറഞ്ഞ ഒരു ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് DJ ലൈറ്റ് പോലെ ഇട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അവിടെ അവരുടെ ഈ പറഞ്ഞ മാതിരി അടിച്ചുപൊളി തന്നെ ആയിരുന്നു. കള്ളുകൂടിയും സിഗരറ്റ് വലിയും ഡാൻസും കൂത്തും തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ലാതെ ഞങ്ങൾ അതിലേക്ക് അത്ര ആ ഒരു വൈബ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാറി ഞങ്ങളുടെ ബെഡിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഈ പറയുന്ന വ്യക്തി, ഈ ആള് എന്നെ നിർബന്ധിക്കുന്നുണ്ട്, കള്ളു കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അവിടെ ബെഡിൽ ഇരിക്കുമ്പോൾ എന്നെ കള്ളു കുടിക്കാനാണ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ കുടിക്കാറില്ല, ഞാൻ കുടിക്കാത്ത വ്യക്തിയാണ്, എനിക്ക് താല്പര്യമില്ല. അപ്പൊ പൊതുവെ ഇവർ ഈ പാർട്ടിയിൽ നിർബന്ധിക്കണം, ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒഴിവാക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് കുറെ നേരം ഇവരുടെ പരിപാടി ഉണ്ടായിരുന്നത് ഈ എന്താണ് പറയാ, ഈ പറയുന്ന ഈ ചേട്ടനും ചേച്ചിയും കെട്ടിപ്പിടിക്കുന്നു, അവരുടേതായ റൊമാൻസ് മൂലയ്ക്ക് നടക്കുന്നു. ഈ പറഞ്ഞ ഹസ്ബൻഡും വൈഫ് തന്നെ കേട്ടോ, ഈ പറയുന്ന സോക്കോളുടെ ഹസ്ബൻഡ് വൈഫിന്റെ കാര്യമാണ് പറയുന്നത്. അവരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നമ്മളിതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നിസ്സംഗ ജീവി പോലെ ഇരിക്കുക. കാര്യം നമുക്കൊന്നും പറയാനുള്ള വോയിസ് അന്ന് ആയിട്ടില്ല. കാര്യം അവരൊക്കെ വലിയ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയായിരുന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ബാത്റൂമിന്റെ അവിടേക്ക് പോകേണ്ട ആവശ്യം, ഇവര് അത് പറയട്ടോ, സിസർ വലിക്കുന്നത് ഇവര് റൂമെന്നല്ലേ, സിസർ വലിക്കുന്നത് ഇവര് ബാത്റൂമിന്റെ അകത്താട്ടോ എല്ലാവരും. കാര്യം അത് പുക വരണ്ടാന്ന് കരുതിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവര് ബാത്റൂം കയറും, ഡോർ അടയ്ക്കും, സിഗരറ്റ് വലിക്കും. ആവശ്യക്കാർ ഇറങ്ങും, പുറത്ത് മീൻസ് പുറത്തേക്ക് വരും, അകത്തേക്ക് പോകും, സിഗരറ്റ് വലിക്കും. അങ്ങനെയായിരുന്നു ഇവരെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ ബാത്റൂം പോവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഭാഗത്തേക്ക് ഒന്ന് പോയതാ. ഡോർ ഫുൾ മലത്തി കിടക്കുക കേട്ടോ, എന്ന് വെച്ചാൽ ഡോറൊന്നും ക്ലോസ് ആയിട്ടില്ല, ഫുൾ മലന്ന് കിടക്കാണ്. കാര്യം ഒരു ബാത്റൂമിൽ നിന്ന് വലിക്കുകയാണ്, ഫുൾ പുകയാണ്, നമ്മളൊരു കോടമഞ്ഞ് പോലെ പുക കെട്ടി കിടക്കുകയാണ്. സോറി, പേര് വായിൽ വരുന്നുണ്ട് ഒന്നതാ. ഈ പറയുന്ന വ്യക്തി ഡോറിന്റെ അടുത്താണ്, ഡോറിന്റെ കറക്റ്റ് ഡോറിന്റെ അവിടെയാണ് നിന്നിട്ട് ഇങ്ങനെ വലിക്കുന്നത്. അപ്പൊ ഞാൻ അവിടേക്ക് ഈ ഡോറിന്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരു റൂം, ഒരു സ്യൂട്ട് റൂം പോലെയല്ല, നോർമൽ ഒരു റൂമാണ്. 2 ബെഡും ആ ബെഡിനോട് ചേർന്നിട്ട് തന്നെ ഒരു അലമാരയും മിററും ഈ പറഞ്ഞ ബാത്റൂമും. ഒരാൾക്കൊരു ഹോട്ടൽ റൂം ആലോചിച്ചാൽ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അപ്പോ അവിടെ ഞാൻ ഈ വാർഡ്രോബിന്റെ അവിടെ എത്തിയെന്ന് തന്നെ മനസ്സിലായി. എനിക്ക് ബാത്റൂം പോകാൻ പറ്റണ അന്തരീക്ഷം അല്ല അവിടെ എന്ന് എനിക്ക് മനസ്സിലായി. അവരാണെങ്കിൽ കണ്ടിറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നുമില്ല, നമ്മൾക്കൊന്നും മാറി തരുന്നുമില്ല.
അപ്പൊ കള്ള് വയറ്റി ചെന്ന് കഴിഞ്ഞാൽ ചിലവർക്ക് ഒത്തിരി സ്നേഹം പ്രകടനം കൂടുതലോ. അതുവരെ ഞാൻ പറയാം, അതുവരെ കണ്ട ഒരു വ്യക്തി പറയുന്നത് ഈ ആളെയല്ല, ഇതുവരെ മോശമായിട്ട് ആ ഒരു നിമിഷം വരെ അല്ലെങ്കിൽ ആ ഒരു ദിവസം വരെ ആ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാക്ടീസ് സെഷനും ഷൂട്ടിന്റെ ഇടയിലൊന്നും മോശമായി പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കോൺഷ്യസ് ആവൂല. നമ്മൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ നമ്മളൊന്നും എന്താ പറയാ, നമുക്ക് ഒരു ഞാൻ എങ്ങനെ ഇപ്പൊ പറയാൻ എനിക്കറിയില്ല. നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, നമ്മളടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യും. അപ്പൊ സൂക്ഷിക്കാൻ ഇയാളടുത്ത് തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല അതുവരെ എന്നോട്. ആ സമയത്ത് ഞാനും വിചാരിച്ച് കള്ളു വയറ്റിൽ ചെന്നതിന്റെ കള്ളുപുറത്തുള്ള കിക്കായിരിക്കും എന്ന് വിചാരിച്ചു. ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, കള്ളു വയറ്റി ചെന്ന പിന്നെ ഒടുക്കത്തെ സ്നേഹപ്രകടനവും കാര്യങ്ങളായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പുറത്ത് നിൽക്കുക, ഏകദേശം മനസ്സിലായി ബാത്റൂം പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആൾ എന്നോട് സിഗരറ്റ് വലിക്കാൻ നിർബന്ധം. ഞാൻ വലിക്കൂല. എന്നെ അറിയുന്ന എന്റെ ഇതുവരെയുള്ള എന്റെ ലൈഫിൽ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇപ്പൊ എന്റെ കൂടെ ഉള്ളവർക്കും അറിയാം, ഞാൻ കള്ളും കുടിക്കില്ല, ഞാൻ സിഗരറ്റും വലിക്കില്ല, യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും എന്റെ ലൈഫിലില്ല. ആ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റ് എനിക്കുള്ളൂ. ആ ഒരു ഇതല്ലാതെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ലാണ്ട് അത് അത്രയും അങ്ങനെ ഫുഡ് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യുന്ന ആളും അല്ല. ഇഷ്ടമുള്ള സാധനങ്ങൾ ഒത്തിരി കഴിക്കും. ആ ഒരു ഇത് എനിക്ക് ഒരു കുറവേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ യാതൊരുവിധ മോശമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലേക്കോ മോശമായിട്ടുള്ള ഒരു സാധനത്തിലേക്കോ ഞാൻ പോവാത്തൊരു വ്യക്തിയാണ്. അത് എവിടെ വേണമെങ്കിലും എനിക്ക് ആരുടെ മുന്നിൽ വേണമെങ്കിലും ഞെളിഞ്ഞു നിന്നിട്ട് പറയാം. അപ്പൊ ഇങ്ങനെ ആളെന്നെ നിർബന്ധിച്ചപ്പോ ഞാൻ ഇത് ഇതാക്കിയില്ല, അതിന് എനിക്ക് താല്പര്യമില്ല പറഞ്ഞു. അപ്പൊ ആളെന്റെ ഈ ഇരിക്കുമ്പോ തന്നെ നേരെ ആ ബെഡില് ഈ ചേച്ചിയും ഇരിക്കുന്നുണ്ട്. മറ്റേ രണ്ടുപേരും പേരേക്ക് പറയാൻ കാര്യം അത് പ്രശ്നമില്ല. ദീപ്തി കല്യാണിയും ഹരിണി, അവർ രണ്ടുപേരും ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരു ടീം എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് ഒരു കണ്ടസ്റ്റൻസ് എന്ന രീതിയിൽ പ്രതിനിധീകരിച്ചിട്ട് അവരും ആയിരുന്നു. അപ്പൊ ഇവരും അവരെ ഹരിണി ചന്ദനയും ദീപ്തി കല്യാണി, അപ്പൊ അവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരിതെല്ലാം കാണുന്നുണ്ട്. ഇയാളിനോട് ഇങ്ങനെ എന്താ പറയാ കിക്ക് അടിച്ചിട്ട് ഇങ്ങനെ ഇത് വിളിക്കൂ, നീ ഒന്ന് ട്രൈ ചെയ്യുന്ന പറഞ്ഞൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഷെയ്ക്കിന്റെ കാരണമാര് എന്റെ കൈ ഇങ്ങനെ പിടിച്ചു. നമ്മള് കാഷ്വലി നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കില്ലേ ഷെയ്ക്കിന്റെ, അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് പോലും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് വലിക്കാൻ വേണ്ടി എന്റെ കൈ തരാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ആള് ആ കൈ കൊണ്ടിട്ട് എന്റെ വിരല്, കൈത്തണ്ട നമ്മള് വിരല് പറയില്ല, ആ ഭാഗത്തേക്ക് ആള് ചുണ്ടിനെ അടുപ്പിച്ചൊരു കിസ്. ഞാൻ ആകെ പാനിക്കായി പോയി. എനിക്ക് അന്ന് ഇത് ഇപ്പൊ പറയലോ, ഇപ്പൊ ഇന്നത്തെ ഏജ് അല്ല എന്റെ അന്നത്തെ ഏജ്. അന്നാണെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. യാതൊരുവിധ എനിക്ക് ഈ പറഞ്ഞ മാതിരി എക്സ്പീരിയൻസോ നമ്മൾ ഇത് ഒന്ന് പതറി പോവാ പറയില്ല. ഇന്നാണെങ്കിൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. ഇന്നാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് മുഖത്ത് നോക്കി പറയും, ഒന്നാമത്തെ ഇത്ര വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഞങ്ങൾക്ക് പാർട്ടിയിൽ ഞങ്ങൾ എന്തിനും കള്ളു പിടിക്കില്ല, അപ്പൊ നിങ്ങൾ വേറെ ആരുടെങ്കിലും റൂമിൽ അത് കണ്ടക്ട് ചെയ്തോളൂ എന്ന് പറയാനുള്ള ഗട്സ് ഇന്ന് എനിക്കുണ്ട്. പക്ഷെ അന്ന് അത് ഉണ്ടായിരുന്നില്ല. അന്ന് അവര് നമ്മുടെ റൂം ചൂസ് ചെയ്ത് നമ്മുടെ റൂമിൽ വന്ന് ഇതാക്കി. അപ്പൊ അന്നത്തെ ഒരു സിറ്റുവേഷൻ പറയില്ലേ, ഞാൻ തന്നെ ആകെ പാനിക്കായി പോയി. സത്യം, നമ്മൾ പറയുമ്പോ നമ്മൾ പ്രതികരിച്ചൂടെ, അപ്പൊ തന്നെ അടിച്ചൂടെ, അപ്പൊ തന്നെ ഇഷ്യൂ. പക്ഷെ നമ്മൾ വിചാരിക്കാത്തൊരു വ്യക്തി നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മൾ തന്നെ ഒന്ന് ഇതായി പോവും. കള്ളു കുടിച്ചിട്ടുള്ളതായിരിക്കും, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഞാൻ ആകെ പതറിയിട്ട് ഞാൻ നേരെ ഇവരുടെ അടുത്ത് ദീപ്തി, ഹരിണി ഇവരുടെ അടുത്തേക്ക് ഞാൻ വന്ന് ഓൺ ദ സ്പോട്ട് ഈ ചേച്ചി നേരെ ബാത്റൂമിൽ കയറി ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇവര് കണ്ടു മിററിലൂടെ ഈ സാധനമാണ് കണ്ടത്. ഇവരുടെ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നതാണ് ഇവർ കണ്ടത്. അല്ലാണ്ട് ഇവർ അതിൽ പറയുന്നുണ്ടല്ലോ, ഫ്രഞ്ച് കിസ് ചെയ്തു, കെട്ടിപ്പിടിച്ച് നിന്നു ബാത്റൂമിന്റെ അകത്ത്. ആ ബാത്റൂമിന്റെ അകത്ത് ഞാൻ അതിന്റെ കട്ടിളപ്പടി ഞാൻ കാല് വെച്ച് കടന്നിട്ടില്ല. അതിന്റെ അകത്തേക്ക് ഞാൻ പുറത്താ നിന്നുണ്ടായിരുന്നു. കാര്യം അകത്ത് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. എന്നിട്ട് ഇത്രയും വ്യക്തമായിട്ട് കണ്ടു എന്ന് ഇവർ പറയുന്നുണ്ട്. ബാത്റൂം കയറി ഇവർ കഥ കടച്ചു, എന്താ പിന്നെ അതിന്റെ അകത്ത് നടന്നെന്ന് അറിയില്ല. പിന്നെ ഈ ചേച്ചി ഡോർ തുറന്ന് ഹൈ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ, ഒന്നും സംഭവം നടക്കാത്ത മാതിരിയാണ് ചില്ല് ചെയ്ത് ഡാൻസും കളിച്ച് വന്ന്. ഈ ആള് പിന്നെ നനഞ്ഞ പടക്കം പോലെ വന്ന്. പിന്നെ ആള് സൈലന്റാ, പിന്നെ ആള് മിണ്ടുന്നില്ല, പോയി പിടിച്ച വെള്ളത്തിൽ മുക്കിയ പോലുള്ള അവസ്ഥ. അങ്ങനെയാണ് ആ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിട്ടുള്ളൂ. കാര്യം ഇതൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ആ ചേച്ചി എന്നോടൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ അതിന്റെ പാർട്ടാണെന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ലിപ് ലോക്ക് ചെയ്യുന്നത്, ഫ്രഞ്ച് കിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചേച്ചി എന്നെ ആദ്യം നീ എന്റെ ഭർത്താവും ചെയ്യുന്നെന്ന് ചോദിക്കണ്ടേ? അതെന്തുകൊണ്ട് ആ ചേച്ചി ചോദിച്ചില്ല? ആ ചേച്ചി കണ്ടത് അതല്ല, അവിടെ നടന്നതും അതല്ല. ഈ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നത്, ഭർത്താവിന് വേണ്ട അമേദ്യം ആള് ബാത്റൂമിൽ കയറി കൊടുത്തു. എന്നിട്ട് ആള് പുറത്തു വന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ റൂം അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഞാനും എന്റെ റൂംമേറ്റ് ആ പെൺകുട്ടിയും കൂടി ദീപ്തി ഹരിണിയും പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, നീ ഞങ്ങളുടെ റൂമിൽ പോയി, നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ പറഞ്ഞിട്ട് അവരുടെ റൂമിന്റെ കീ തന്നിട്ട് ഞങ്ങൾ അവരുടെ റൂമിൽ ആക്കി. ഇവര് ഇവിടെ എന്താ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്നിട്ട് അവിടെ റൂം പോയിട്ട് ഞാൻ ഇരുന്ന് കരയായിരുന്നു റൂമിൽ. ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഈ കുട്ടിയുടെ വോയിസ് എല്ലാം കേൾക്കുമ്പോൾ അത്രയ്ക്കും കോൺഫിഡൻ്റ് ആയിട്ടാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഭാഗത്ത് സത്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വോയിസ് റെക്കോർഡെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമൻ്റായി പറയുക. അതുപോലെ തന്നെ പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഷോയുടെ കോർഡിനേറ്റർ പോലും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഇനിയും ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാനുണ്ട്. സത്യം ആരുടെ ഭാഗത്താണെങ്കിലും അവർ വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പുതിയ അപ്ഡേറ്റ്സിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.